ജനാർദ്ദനക്കുറിപ്പാണ്. നമ്മൾ വാശയോഗം പഞ്ചതത്വം എന്നുള്ള പുസ്തകത്തിൽ നിന്ന് 12ാമത്തെ അധ്യായം പ്രാണായാമങ്ങളും മുദ്രകൾ എന്നുള്ളതിൽ ഇന്നലെ പറഞ്ഞത് ഭസ്ത്രിക പ്രാണായാമവും കപാലഭാതിയുണ്ട്. ഭസ്ത്രിക പ്രാണായാമം ഇടത് വലത് ഭാഗങ്ങളിലായിട്ട് 6 സ്ഥലങ്ങളിൽ 5 തവണ വീതം 60 തവണയും. കപാലഭാതി പാദം കണങ്കാലും മുട്ട് തൊട, ലിംഗം ഉള്ളിലും പുറത്തും, പൊക്കിള്, നെഞ്ച്, കഴുത്തിലെ താഴെ സ്ഥലം, നടുവിൽ, പിന്നെ കുരക്ക്, പിന്നെ മൂക്ക്, പിന്നെ പുരികങ്ങളുടെ മധ്യം, നെറ്റിയുടെ മധ്യം, പിന്നെ ശ്രീമന്തം എന്നുള്ള പോയിൻ്റ്, പിന്നെ നെറുക. ഇങ്ങനെ 20 സ്ഥാനങ്ങളിൽ 5 വീതം 100 തവണ മിനിമം ചെയ്യണം. അങ്ങനെ 160 തവണ വളരെ വേഗത്തിൽ 2-3 മിനിറ്റിനകം ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെഞ്ചിലും വയറിലും നോക്കിയിട്ടിരുന്നാൽ പ്രാണങ്ങൾ ചലിക്കുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. പ്രാണൻ അപാന ഉദാന സമാന്തരങ്ങളിൽ പ്രാണങ്ങളും ഉപപ്രാണങ്ങളും. അതാണ് ഭസ്ത്രിക പ്രാണായാമം, കപാലഭാതി എന്നിങ്ങനെയുള്ളതിൻ്റെ ഗുണം. ശരീരത്തിൻ്റെ പ്രവൃത്തികൾ നടത്തുന്ന ഞരമ്പുകളും ഗ്രന്ഥികളും ശ്വാസോച്ഛ്വാസ അവയവങ്ങളും ഹൃദയം, രക്തക്കുഴലും ദഹനാവയവങ്ങളും മറ്റും കൊണ്ടാണല്ലോ. ഈ എല്ലാ കേന്ദ്രങ്ങളിലും പ്രാണായാമത്തിൻ്റെ പ്രഭാവം ഉണ്ടാകും. പ്രാണായാമം ചെയ്യുമ്പോൾ ഉദര മാംസപേശി ശക്തിയായ വേഗത്തിൽ ചലിക്കുന്നു. ഡയഫ്രം എന്ന അവയവവും ആന്തരികാവയവങ്ങളും നന്നായി ചലിക്കുന്നു. ഇതുമൂലം അവ ദൃഢമുള്ളതായിത്തീരുന്നു. ഇതുമൂലം ദീർഘകാലം നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ യോഗ്യർക്ക് കഴിയുന്നുണ്ട്. ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അന്യവായുക്കളെയും ദുഷ്ടവായുക്കളെയും അങ്കാരവായു, കാർബൺ ഡയോക്സൈഡ് പോലുള്ളവയും കഫവും മറ്റ് ശരീരത്തിലേക്ക് പുറന്തള്ളുന്നതിന് പ്രാണായാമം സഹായിക്കുന്നു. ഉദരത്തിലും നെഞ്ചിലും ഉള്ള കഫങ്ങളും സൂക്ഷ്മവായുക്കളും മറ്റും പുറന്തള്ളപ്പെടുന്നു. അതിനാൽ ശരീരം സുഖമായിരിക്കുന്നതിന് പ്രാണായാമം അത്യന്താപേക്ഷിതമാണ്. ആഹാരപദാർത്ഥങ്ങൾ ദഹിപ്പിക്കുന്നതിനുള്ള രസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും പ്രാണായാമം നന്നായി സഹായിക്കുന്നുണ്ട്. ആമാശയത്തിലും പാൻക്രിയാസ് എന്ന ആഗ്നേയഗ്രന്ഥി, യകൃത്ത് എന്നിവയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ പ്രാണായാമം കൊണ്ട് കഴിയും. ഉദരത്തിലെ മാംസപേശികളും ഉദരത്തിലും ശ്വാസകോശങ്ങൾക്കുമിടയിലെ ഡയഫ്രം നന്നായി ചലിക്കുന്നുണ്ട്. നല്ല വ്യായാമം അവയ്ക്ക് കിട്ടുന്നു. അവയുടെ പ്രവർത്തനങ്ങളുടെ സുഗമാവസ്ഥയ്ക്ക് പ്രാണായാമം കാരണമാകുന്നുണ്ട്. ദഹനക്കുറവുള്ളവർക്കും മലബന്ധമുള്ളവർക്കും പ്രാണായാമം ഏറ്റവും ഗുണം ചെയ്യുന്നു. രക്തം കൂടുതൽ സ്ഥാനങ്ങളിലേക്ക് ചെല്ലുന്നതിന് പ്രാണായാമം ഉപകരിക്കും. അതിനാൽ അവയവങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നതിനിടയാവുന്നു. രക്തക്കുഴലുകളിലെ രക്തത്തിനെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ ഓക്സിജൻ പ്രാണായാമം ലഭിക്കുന്നുണ്ട്. പ്രാണായാമം കൊണ്ട് രക്തത്തിൽ അധികമായി കലരുന്ന ഓക്സിജൻ്റെ അളവ് മറ്റ് യാതൊരു മാർഗം കൊണ്ട് ലഭിക്കുന്നില്ല. ഏതൊരു വ്യായാമം ഇതുപോലെ വരികയില്ല. പ്രാണായാമ സമയത്ത് ഓക്സിജൻ വളരെയധികം ശരീരത്തിൽ നിൽക്കുവാൻ ഇടയാകുന്നുണ്ട്. ശ്വാസോച്ഛ്വാസം ദീർഘമായി ചെയ്യാത്ത വ്യക്തിയുടെ ശ്വാസകോശത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി ഭാഗങ്ങൾ ഉപയോഗരഹിതമായി ഇരിക്കുകയാണ് ചെയ്യുക. അവിടെ വായുവിൻ്റെ ചലനം അനുഭവപ്പെടുകയില്ല. പലവിധ രോഗാണുക്കളും മൂക്കിലൂടെ വന്ന് ഈ ഉപയോഗരഹിതമായി കിടക്കുന്ന സ്ഥലത്ത് വന്നു കൂടുന്നു. ഇത് പലവിധ രോഗങ്ങൾക്കും കാരണമാകും. എന്നാൽ പ്രാണായാമം ചെയ്യുന്ന ആളുടെ ശ്വാസകോശത്തിലെ മുഴുവൻ വായുവും പുറന്തള്ളപ്പെടുന്നതുകൊണ്ട് എപ്പോഴും ശുദ്ധമായി ശ്വാസകോശത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും നിറയുന്നതുകൊണ്ടും രോഗസാധ്യതകളും ഉണ്ടാവുകയില്ല. പ്രാണായാമം കൊണ്ട് ദഹനക്രിയ, ശ്വസനക്രിയ, വിസർജനക്രിയ എന്നിവയെല്ലാം ശുദ്ധമായി തീരുന്നതുകൊണ്ട് രക്തം ശുദ്ധിയുള്ളതായിത്തീരുന്നു. അതിനാൽ ശരീരത്തിൻ്റെ സുസ്ഥിതി നിലനിൽക്കുന്നു. ഹൃദയത്തിന് ഇത് വളരെ സഹായകരമായിരിക്കും. രക്തക്കുഴലുകൾക്ക് ഭാരം വരുന്നില്ല. നാഡികളും ശുദ്ധമായിത്തീരുന്നു. ഇങ്ങനെ സാമാന്യമായ അവയവങ്ങൾക്കുള്ള ഗുണത്തെ പറഞ്ഞു. ഇവ കൂടാതെ വളരെ സൂക്ഷ്മമായ ഗുണങ്ങളുമുണ്ട്. ഭസ്ത്രിക പ്രാണായാമം, കപാലഭാതി പ്രാണായാമം, വാശി പ്രാണായാമം എന്നിവ കൊണ്ട് ശരീരത്തിലെ അതിസൂക്ഷ്മമായ കോശങ്ങളിലേക്കും നാഡികളിലേക്കും പ്രാണം കടന്ന് നേരിട്ട് ചെല്ലുന്നു. സൂക്ഷ്മമായ സിരകളിലും പ്രാണം എത്തുന്നു. അതിനാൽ നാഡീവ്യൂഹം, രക്തചംക്രമണ വ്യൂഹം എന്നിവയ്ക്കും യഥാർത്ഥ വ്യായാമം ലഭിക്കുന്നു. ഭസ്ത്രിക പ്രാണായാമം കൊണ്ട് രക്തം വേഗത്തിൽ ചലിക്കുന്നു. രക്തം ശുദ്ധമായി തീരുകയും ചെയ്യുന്നു. ഇങ്ങനെ പ്രാണായാമം പരിശീലിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥയിൽ നിന്നും വലിയ മാറ്റം ഗുണകരമായി ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും എല്ലാ ക്രിയകളിലും ഉണ്ടാകുന്നു. ഇത് ആരോഗ്യത്തെ നന്നായി നിലനിർത്താൻ സഹായിക്കുന്നു. കൂടാതെ തലച്ചോറ്, നാഡികൾ, നട്ടെല്ല് എന്നിവയിലെല്ലാം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. പ്രാണായാമം മസ്തിഷ്കത്തിലും നട്ടെല്ലിലും. ശ്വാസം എടുക്കുമ്പോൾ തലച്ചോറിനുള്ളിൽ ദുഷ്ടരക്തം അവിടെ നിന്ന് പുറത്തു പോകുന്നു. അവിടെ ശുദ്ധരക്തം അധികം മാത്രമേ ചെല്ലുന്നു. അതിനാൽ തലച്ചോറിൽ നന്നായി പ്രവർത്തിക്കുന്നു. തലച്ചോറ് ശുദ്ധമായി തീരുന്നു. ഉഡ്യാനബന്ധത്തിലാണ് ഏറ്റവും കൂടുതൽ ശുദ്ധരക്തം ഉണ്ടാകുന്നത്. മറ്റുള്ള ശ്വാസസംബന്ധ വ്യായാമങ്ങളിലൊന്നും ഇത്രയധികം ലഭിക്കുന്നില്ല. സാധാരണ നിലയിൽ നട്ടെല്ലിനും അതിലൂടെയുള്ള നാഡികളും പ്രാണവായുവിൻ്റെ ചലനം പതുക്കെയാണ് നടക്കുന്നത്. എന്നാൽ പ്രാണായാമം മൂലം ഇത് അതിവേഗത്തിലാവുന്നു. അതിനാൽ അവയുടെ പ്രവർത്തനം നന്നാവുന്നു. ശ്വേതരക്താണുക്കൾ, ചുവന്ന രക്താണുക്കൾ എന്നിവയുടെ ഉൽപ്പാദനം ക്രമത്തിലാവുന്നു ആയിത്തീരുന്നു. ബന്ധങ്ങൾ. യോഗയിലെ ഏറ്റവും പ്രധാനപ്പെട്ടമായ ക്രിയകളാണ് ബന്ധങ്ങളും മുദ്രകളും. ഇവയിൽ മഹാബന്ധബന്ധം, മൂലബന്ധം, ഉഡ്യാനബന്ധം, ജാലന്ധരബന്ധം എന്നിവ ചേർന്നാണ്. ഇവ ചെയ്യുന്നതും നട്ടെല്ലിനുള്ളിലെ നാഡീവ്യൂഹങ്ങൾക്ക് വ്യായാമം ലഭിക്കുന്നതാണ്. ഇവയോട് ചേർന്ന അവയവങ്ങളും ശരിയായി പ്രവർത്തിക്കുന്നു. ഭസ്ത്രിക. സ്നായുക്കളുടെ ശരിയായ സ്ഥിതിക്ക് ഏറ്റവും ശരിയായ പ്രാണായാമം ഭസ്ത്രികയാണ്. അതിൽ ശ്വാസനഗതി വളരെ വേഗത്തിലായതിനാൽ ശരീരത്തിലെ ഏറ്റവും സൂക്ഷ്മമായ കോശങ്ങൾക്ക് പോലും വ്യായാമം ലഭിക്കുന്നു. നാഡീവ്യൂഹങ്ങൾക്കും വ്യായാമം ലഭിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ശരിയായ പരിശീലനത്തിന് പ്രാണായാമം ശരിയായ രീതിയിൽ ചെയ്യേണ്ടതാണ്. ഇത് ഏറ്റവും നല്ല വ്യായാമത്തിന് ശരീരത്തിൻ്റെ
ആയിരിക്കും. വളരെ പഴയകാലം മുതൽ തന്നെ യോഗാചരണം പ്രാണായാമത്തിൻ്റെ ശരീരത്തിന് ആന്തരിക അവയവങ്ങൾ നല്ല പ്രഭാവമുണ്ടെന്ന് മനസ്സിലാക്കി. ഇതുകൊണ്ട് മാത്രം കൊണ്ട് തന്നെ ശരീരം ആരോഗ്യപ്രദമായി തീരുമെന്ന് അറിഞ്ഞിരുന്നു. ഈ ശരീരയന്ത്രത്തിൻ്റെ ഏറ്റവും അത്യാവശ്യം പ്രാണായാമമാണ്. അറിഞ്ഞ് അതനുസരിച്ചുള്ള പ്രാണായാമങ്ങളെ പരിശീലിച്ചു വന്നു. പ്രാണായാമം മൂലം ശരീരത്തിലെ എല്ലാ അവയവങ്ങളും വായുനിയന്ത്രണവും ഉണ്ടായി വന്നു. ബന്ധങ്ങളും മുദ്രകളും എന്നുള്ള അടുത്ത വിഷയം ഇനിയും നാളെ പറയാം.